ഫ്രണ്ട്സ്, സീസൺ 6 അവസാനിച്ച ഇനി സീസൺ 7 ആണ് വരുന്നത് ബിഗ് ബോസിലെ. അപ്പോൾ സീസൺ 7ലെ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും? കുറച്ച് പേരുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരൊക്കെയാന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ തൊട്ടടുത്തേക്ക് അയച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞു. ഇനി ബിഗ് ബോസ് സീസൺ 7 ആണ് വരുന്നത്. അപ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് സീസണിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ? ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ? അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഭയങ്കര ഇതിലാണ്. ആരെയാണ് ഇപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ ആരാണ് സീസൺ 7ലേക്ക് ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണ്? അപ്പൊ നമുക്കൊരു കുറച്ച് പേര് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയ വിവരത്തിൽ ഇതായിട്ട് 1ാം സ്ഥാനത്ത് സന്തോഷ് പണ്ഡിറ്റ്. നമുക്കെല്ലാം അറിയാമല്ലോ, കൃഷ്ണൻ രാധ എന്ന സിനിമയിലൂടെ വന്നൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സ് അല്ലെ, ഒരുപാട് ചീത്ത പ്രേക്ഷകരെല്ലാം ചീത്ത വിളിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടും അദ്ദേഹം ഇപ്പൊ സിനിമാ നടന്മാരൊക്കെ ഇനി വലിയ സൂപ്പർ സ്റ്റാറാണ്. എന്റെ സൂപ്പർ സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ പറ്റി പറയുന്നത്. അത് അന്നും ഇന്നും അദ്ദേഹം തന്നെയാണ്. മറ്റുള്ള സിനിമാ നടന്മാരൊക്കെ കഴിഞ്ഞും നല്ല മനുഷ്യ സ്നേഹിയാണ്, നല്ലവരെ സംസാരിക്കും, മറ്റുള്ളവരെ നല്ല ബുദ്ധിയാണ്. നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയാണ്. അതുകൊണ്ടാണ് 5 ലക്ഷം രൂപ കൊണ്ട് പുള്ളി കോടികൾ ഉണ്ടാക്കിയത്. അതെല്ലാം പുള്ളിയുടെ ഇതുകൊണ്ടാണ്. ഒരു നല്ല കഴിവുള്ള നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് എന്ത് നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹം അതേക്കുറിച്ച് കറക്റ്റായിട്ട് ഉത്തരം നമുക്ക് തരും. അതാണ് സന്തോഷം. പിന്നെ കേൾക്കുന്ന ഒരു പേരാണ് നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റായ സാജൻ സൂര്യ. ഒരുപാട് സീരിയലിലൂടെ വരുന്ന ഒരു വ്യക്തിയാണ് സാജൻ സൂര്യ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ബീനാന്റണിയുടെ ഭർത്താവായ മനുവിന്റെ പേര് കേൾക്കുന്നുണ്ട്. പുള്ളിയുടെ പേരും ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മനു വരും എന്നൊക്കെ, വരത്തില്ല എന്നൊക്കെ ഒരുപാട് ഇത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ കേൾക്കുന്ന ഒരു പേരാണ് നമ്മുടെ ആറാട്ടണ്ണ. മോഹൻലാൽ സിനിമയിലൂടെ ഹിറ്റായ ഒരു മനുഷ്യനാണ് ആറാട്ടണ്ണ. ഇപ്പൊ അദ്ദേഹത്തെ ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. വെച്ചാൽ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യാമെന്ന് മാത്രമാണ് എന്റെ ചാനലിലുള്ള. അതുകൊണ്ട് നമ്മൾ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആറാട്ടണ്ണന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ആറാട്ടണ്ണന് സംസാര രീതിയൊക്കെ വേറൊരു ശൈലിയാണ്. അപ്പൊ ആറാട്ടണ്ണൻ വരും എന്ന് ഒരു സാധ്യത നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നൊരു പേര് റെമി ടോമിയുടെയാണ്. റെമി ടോമി വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. റെമി ടോമി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് റെമി ടോമി വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വന്നത് നമ്മുടെ ബാലയുടെ പേരാണ്. ആക്ടർ ബാലയും നല്ലൊരു മനുഷ്യ സ്നേഹിയും കൂടിയായ ആക്ടർ ബാലയാണ്. ബാല ഒരുപാട് ഇതിലൊക്കെ ഉണ്ട്, വിവാദങ്ങളിലൊക്കെ ചാടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്ടർ ബാലയുടെ പേര്. ഇത്തരം മത്സരാർത്ഥികളുടെ പേരാണ് നമുക്ക് അറിയാൻ സാധിച്ചു. ഇനി കൂടുതൽ മത്സരാർത്ഥികൾ വരുക ഇനി ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.